ഇന്ന് സാറ്റർഡേ, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ പെൻഡിങ് ന്യൂസ് പേപ്പർ ഒന്നുമില്ല, ഇന്നത്തെ മാത്രം ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ നമ്മുടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് പക്ക ഒരു രാഷ്ട്രീയ ന്യൂസ് ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. കോൺഗ്രസ് ഗെറ്റ്സ് റിലീഫ് ഓൺ അപ്പീൽ ആഫ്റ്റർ ഐ ടി ലീൻ ഓൺ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് സംഭവം വേറെ ഒന്നുമല്ല. കോൺഗ്രസിന് 2019 അവർ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ, ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ, സബ്മിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതിന്റെ പേരില് IT ഡിപ്പാർട്ട്മെന്റ് അവരുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തു. എത്ര 200 and something crores ഫൈൻ അവർക്ക് വന്നു. അത് അടയ്ക്കുന്നത് വരെ അവരുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തു. അപ്പൊ അതിനെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ഡിസിഷൻ എടുത്താലും അതിനെതിരെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതി എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണലാണ്, ഒരു only dealing with income tax related appeals, a special court for dealing with income tax related appeals. അതാണ് ഈ IT ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയും. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ആ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ട് റിലീഫ് കിട്ടി കോൺഗ്രസിന്. അപ്പൊ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അത് ഇലക്ഷൻ വരുവാണ്. അപ്പൊ അത് അവരെ ഭയങ്കര പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ അതിനൊരു പൊളിറ്റിക്കൽ ഒരു മാനം വന്നു. അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അതിനെ കുറിച്ചാണ്. ഇതിൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല, ബാക്കിയെല്ലാം പൊളിറ്റിക്സ് ആണ്. അത്രയും മാത്രം അറിയുക. ഇനി നെക്സ്റ്റ് ഒരു കാര്യം, ഈ റഷ്യയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ വളരെ പേടിപ്പെടുത്തുന്നതാണ്. റഷ്യ എന്ന് പറയുന്ന രാജ്യവും അതിന്റെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പൊ പുടിന്റെ ചെയ്തികൾ എനിക്ക് സത്യത്തിൽ ഭയം ഉണ്ടാക്കുന്നു. ഒരു ഏകാധിപതിയെ പോലെ. റഷ്യയുടെ പ്രസിഡന്റ് പുടിനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള റീസൺ നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ പറയുവാണ്. 90s ബിഗിനിങ്ങിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം തകരുന്നു. അന്ന് US അഗേൻസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ വെയിറ്റ് ആയിട്ട് ലോകത്തുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ ആണ്. എല്ലാ മേഖലയിലും, ഡിഫൻസിലാണെങ്കിലും ഈ സ്പേസിലാണെങ്കിലും, ഈവൻ കായിക രംഗത്ത് പോലും ഒളിമ്പിക്സുകളിൽ US ഡോമിനൻസ് ഒന്നും അന്ന് നടക്കില്ലായിരുന്നു. US ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവമായിരുന്നു സോവിയറ്റ് യൂണിയൻ. പക്ഷെ സോവിയറ്റ് യൂണിയൻ ഗോർബച്ചേവ് എന്ന് പറയുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിന്റെ സമയത്ത് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അത് തകർന്നുപോയാണ്. പിന്നെ അതിനുശേഷം ബോറിസ് എൽസിൻ എന്ന് പറയുന്ന ആളാണ് സോവിയറ്റ് യൂണിയന്റെ റഷ്യയുടെ പ്രസിഡന്റ് ആവുന്നത്. സോവിയറ്റ് യൂണിയൻ തകർന്ന് വിഘടിച്ചു പോയി. അങ്ങനെയാണ് ഈ കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും ജോർജിയയും എസ്തോണിയയും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ടായത്. യുക്രൈനും ഇപ്പൊ റഷ്യയായിട്ട് യുദ്ധം ചെയ്യുന്ന യുക്രൈൻ ഉൾപ്പെടെ ഉണ്ടാകുന്നത് അവരെല്ലാം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അപ്പൊ അതിനുശേഷം ആ ശിഥിലമായി പോയ രാജ്യം, അന്ന് വലിയ വില ലോകത്തുണ്ടായിരുന്ന റൂബിളിന്റെ വില തകർന്ന് തരിപ്പണമായി. ഒരു ചാക്ക് റൂബിൾ കൊടുത്താൽ ഒരു ചായ കിട്ടുമെന്നുള്ള അവസ്ഥയായി. ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് റൂബിളിന്റെ വാല്യൂ ഒക്കെ തകർന്നു. റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥ തരിപ്പണമായി. സാമ്പത്തിക വ്യവസ്ഥ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോറിസ് എൽസിൻ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് റഷ്യക്ക് ഉണ്ടാവുകയാണ്. കുറെ കാലം അയാൾ ഭരിക്കുന്നു. ഈ ഗോർബച്ചേവിന് ശേഷം അവിടെ കമ്മ്യൂണിസം തകർന്നതിന് ശേഷം ഈ ബോറിസ് എൽസിൻ കംപ്ലീറ്റ്ലി ഒരു ഡ്രഗ് ആയിട്ടുള്ള, ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു. അയാൾക്ക് ലോകത്തിലെ ഈ പ്രശ്നങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനോ റഷ്യയെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും കഴിയാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് റഷ്യയുടെ മുൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്പൈ ഓർഗനൈസേഷൻ KGB ആയിരുന്നു സോവിയറ്റ് യൂണിയന്റെ സ്പൈ ഓർഗനൈസേഷൻ. നമ്മൾ അമേരിക്കയ്ക്ക് CIA അല്ലെങ്കിൽ ഇന്ത്യക്ക് റോ എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു, അല്ലെങ്കിൽ മൊസാദ് റഷ്യക്ക് പോലെ ആയിരുന്നു KGB സോവിയറ്റ് യൂണിയൻ. ഈ KGBയുടെ ഒരു ഏജന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് പുടിൻ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പുടിൻ റഷ്യയുടെ പ്രസിഡന്റ് ആവും. പുടിൻ വളരെ പെട്ടെന്ന് റഷ്യക്ക് നഷ്ടപ്പെട്ട ഗ്ലോറിയൊക്കെ തിരിച്ചു പിടിക്കുകയാണ്. റഷ്യക്ക് നഷ്ടപ്പെട്ട ഗ്ലോറിയൊക്കെ തിരിച്ചു പിടിച്ചിട്ട് ലോകത്തിലെ അതിശക്തനായ ഭരണാധികാരിയായി വ്ളാഡിമിർ പുടിൻ മാറുകയാണ്. വ്ളാഡിമിർ പുടിന് ടൈം മാഗസിൻ തുടർച്ചയായിട്ട് 2000 എനിക്ക് തോന്നുന്നു 10 തൊട്ട് ഏതാണ്ട് ഒരു 13-14 കാലഘട്ടം വരെ ലോകത്തിലെ മോസ്റ്റ് പവർഫുൾ ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്ന പുടിനെ ആയിരുന്നു. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റിനെയോ ചൈനീസ് പ്രസിഡന്റിനോ അല്ലാതെ മോസ്റ്റ് പവർഫുൾ ലീഡർ ഫോർ എ കണ്ടിന്യൂസ് 3 years. He was the most powerful leader in the world, Russian President Vladimir Putin. അങ്ങനെ റഷ്യയുടെ നഷ്ടപ്പെട്ട ഗ്ലോറിയൊക്കെ തിരിച്ചു പിടിച്ച് പതിയെ റഷ്യൻ എക്കോണമിയെ കൈപിടിച്ച് നടത്തി പ്രോഗ്രസിലേക്ക് കൊണ്ടുവന്ന് റഷ്യ ലോകത്തിലെ വീണ്ടും ഒരു ചൈനയോടൊക്കെ അലൈൻ ചെയ്തിട്ടാണെങ്കിൽ പോലും അമേരിക്കയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. സിറിയ പോലുള്ള രാജ്യങ്ങളിൽ വലിയ അവർ ഇന്റർവെൻഷൻസ് നടത്തി. അല്ലെങ്കിൽ സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസാദ് ഇപ്പൊ ജീവിച്ചിരിക്കില്ലായിരുന്നു. ബഷർ അൽ അസാദിനെ കൊല്ലുക, അവിടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഇതൊക്കെയായിരുന്നു അമേരിക്കയുടെ ഒക്കെ ലക്ഷ്യം. ഇത് റഷ്യ അവിടെ ഇന്റർവ്യൂൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ബഷർ അൽ അസാദിന് ഇന്ന് അവിടെ ജീവിച്ചിരിക്കാൻ പറ്റുന്നത്. അതിന്റെയൊക്കെ കഥകൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ വീഡിയോ എപ്പോഴും തീരത്തില്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇതിന്റെ ഫുൾ ചരിത്രം അറിയാം, പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അന്ന് സിറിയയുടെ പോലെ മറ്റൊരു രാജ്യമായ ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്നു മുഅമ്മർ ഗദ്ദാഫി. നിങ്ങൾ ഗദ്ദാഫി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഗദ്ദാഫി പിടിച്ച് കൊന്നുകളഞ്ഞു. അവിടുത്തെ റബൽസാ കൊന്നത്. പക്ഷെ ആ റബൽസിന് ആയുധങ്ങൾ അണിയിച്ച് അവരെ പിന്നീട് ഇതിന് പ്രാപ്തരാക്കിയത് അമേരിക്കയൊക്കെ തന്നെയാണ്. അതുപോലെ സിറിയയുടെ ലീഡർ ബഷർ അൽ അസാദിനെ കൊല്ലാൻ നോക്കി. പക്ഷെ അപ്പോഴത്തേക്ക് അവിടെ റഷ്യ ഇന്റർവ്യൂൻ ചെയ്തു. ഈവൻ
IS പോലുള്ള സംഭവങ്ങൾ ലോകത്ത് ഇല്ലാതായ പോലും ഒരു പരിധിവരെ റഷ്യയ്ക്കും പങ്കുണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. ലോകത്ത് ഇല്ലാതായെന്ന് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് സിറിയയിലെങ്കിലും അല്ലെങ്കിൽ ഇറാഖ് പോലുള്ള അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് ഇല്ലാതെ എൻ്റെ ബാക്കിൽ അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന റഷ്യൻ പ്രസിഡന്റാണ്. പിന്നെ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് പോലും ആക്ച്വലി അവർ റഷ്യയ്ക്ക് ഒരു ജസ്റ്റിഫൈയിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു യുക്രൈൻ അവർ അറ്റാക്ക് ചെയ്യുന്നതിലൊക്കെ. കാര്യം യുക്രൈൻ തുടക്കകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിഘടിച്ചു പോയ എല്ലാ രാജ്യങ്ങളും റഷ്യയുമായിട്ട് അടുപ്പം പിന്നീടും പുലർത്തി. റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളും അങ്ങനെ പലരും ആരും ചെയ്യില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് 1-2 രാജ്യങ്ങളൊക്കെ റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞെങ്കിലും, പക്ഷെ യുക്രൈൻ ചെയ്തത് പ്രോ റഷ്യൻ പ്രസിഡന്റിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് പ്രോ യൂറോപ്പ് പ്രോ US പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെ നാറ്റോയിലേക്ക് യുക്രൈൻ ചേരുന്നൊരു ഒരു ഘട്ടം വരുന്നു. യുക്രൈൻ നാറ്റോയിൽ ചേർന്നാൽ റഷ്യയുടെ കോർട്ട്യാർഡിൽ അമേരിക്കൻ പട്ടാളം വരും. അപ്പൊ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആദ്യം അവരന്ന് ഈ യുക്രൈന്റെ ചില മേഖലകൾ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ആണ് പിന്നീട് ഈ യുക്രൈനുമായിട്ട് ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് അവർ പോകുന്നത്. പക്ഷേ അവിടുത്തെ ഒപ്പോസിഷൻ ലീഡേഴ്സിനെയൊക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിച്ചമർത്തിയിട്ട് ഒരു സ്വേച്ഛാധിപതിയെ പോലെ, ഒരു ഡിക്റ്റേറ്ററെ പോലെയായി. ഈ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പോലെ വ്ളാഡിമിർ പുടിൻ മരിക്കും വരെയും അവിടുത്തെ റഷ്യയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ നടത്തുന്ന പരിപാടികൾ ചെയ്യുന്നതാണ്. നമുക്ക് ആ പുടിനോടുള്ള റെസ്പെക്ട് പതിയെ പോവുകയാണ്. കാര്യം ഈ അലക്സി നവൽനി എന്ന് പറഞ്ഞ ലീഡർ പുടിന് ഒരു വലിയ പ്രതിയോഗിയായിട്ട് 2010-15 കാലഘട്ടത്തിലൊക്കെ വളർന്നു വന്ന് പുടിൻ ഒരുപക്ഷെ അവിടെ ഒരു ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടത്തിയാൽ അവിടെ ഡീത്രോൺ ചെയ്യാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ അലക്സി നവൽനി ജർമ്മനിയിൽ വെച്ച് പോയിസൺ ചെയ്യപ്പെടുകയാണ്. വിഷം പുള്ളിയുടെ ശരീരത്തിൽ കടക്കുവാണ്. അപ്പൊ അത് റഷ്യയുടെ ഏജൻസ് ചെയ്താണെന്നാണ് പറയുന്നത്. പക്ഷേ അയാൾ അവിടെ വെച്ച് രക്ഷപ്പെടുന്നു. ജർമ്മനിക്കാർ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് രക്ഷപ്പെടുന്നു. പുള്ളിക്ക് വേണമെങ്കിൽ അവിടെ എക്സൈലായിട്ട് ജീവിക്കായിരുന്നു. തിരിച്ച് റഷ്യയിൽ പോയാൽ പുള്ളിയെ കൊല്ലും എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷെ തിരിച്ച് അയാൾ റഷ്യയിലേക്ക് വരികയാണ്. 2020 കാലഘട്ടത്തിൽ അങ്ങനെയാണ് റഷ്യയിലേക്ക് വരുന്നത്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്ത് ധൈര്യം ഈ പുടിന്റെ വായിലേക്ക് വീട്ടിൽ നിന്ന് ചാടി കൊടുക്കുന്നു. അയാൾ അപ്പോഴേ വിമാനത്താവളത്തിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഈ അലക്സി നവൽനിയെ അവിടെ സൈബീരിയയിലല്ല, എനിക്ക് തോന്നുന്നു സൈബീരിയയിലായിരുന്നു ആദ്യം ജയിലിൽ. പിന്നീട് എനിക്ക് തോന്നുന്നു മോസ്കോയിലോ ക്രെംലിനിലോ കണ്ട തന്നെ ഒരു ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ അയാള് ഈ അലക്സി നവൽനി കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. വെറും 47 years old ആണ്. അവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രേറ്റഡ് ഒപ്പോസിഷൻ ലീഡർ ആയിരുന്നു. അപ്പം ജയിലിൽ ഇങ്ങനെ നടക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ട് അതൊരു എന്താ പറയുന്ന ഒരു പ്ലാൻഡ് കില്ലിംഗ് തന്നെ ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ പോയിസൺ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ. അപ്പൊ പുടിൻ എന്ന് പറയുന്ന വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് ലീഡർ എന്ന് ടൈം മാഗസിൻ തുടർച്ചയായിട്ട് തെരഞ്ഞെടുത്ത ഈ വൺസ് അവർക്ക് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്തിന് ശേഷം അത് തകർന്ന് അതിന്റെ ഗ്ലോറിയൊക്കെ നഷ്ടപ്പെട്ട ആ ഒരു റഷ്യയെ തിരിച്ച് ഗ്ലോറിയിലേക്ക് കൊണ്ടുവന്ന പുടിൻ ഇപ്പൊ ചെയ്യുന്ന ഇത്തരം നടപടികൾ വളരെ മോശമാണ്. നിങ്ങൾക്ക് ഇത്രയും ടൈം ഇതിനു വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിച്ചത് നമ്മൾ അതിന്റെ കഥ അറിയണമെന്നുള്ളതുകൊണ്ടാണ്. കാര്യം റഷ്യ ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് പുടിൻ ഈസ് ഓൾസോ എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ റഷ്യയിൽ എന്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഇവിടെയുള്ള വേറെ ന്യൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. താഴോട്ട് വരുമ്പോ കേജ്രിവാൾ മൂവ്സ് മോഷൻ ഓഫ് വേണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പേജിൽ. ബാക്കി എല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോയാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ചമ്പായ് സോറൻ ഗവൺമെന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയാം. ചമ്പായ് സോറൻ ഗവൺമെന്റ് ഏത് സ്റ്റേറ്റിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ജാർഖണ്ഡിലെ പുതിയ ഗവൺമെന്റ് ആണ് ചമ്പായ് സോറൻ ഗവൺമെന്റ്. അതുപോലെ ജാർഖണ്ഡിലെ ഗവർണർ CP രാധാകൃഷ്ണന്റെ ഫോട്ടോ ഇവിടെ കാണാം. ജാർഖണ്ഡിലെ ഗവർണർ ആരെന്ന് അറിഞ്ഞിരിക്കണം, CP രാധാകൃഷ്ണൻ. പിന്നെ അവിടെ മുകളിലുള്ള ന്യൂസുകളും നമുക്ക് വലിയ ആവശ്യമുള്ളതല്ല. താഴോട്ട് വരുമ്പോഴത്തേക്ക് മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാറിന്റെ ഫോട്ടോ കാണാം. പുള്ളിക്കാണ് NCP എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ മഹാരാഷ്ട്രയിലെ സ്പീക്കറും ഒക്കെ കൊടുത്തിരിക്കുന്നത്. NCPയിൽ സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പം വിച്ച് NCP ഫാക്ഷൻ ഈസ് ദ റിയൽ NCP എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായപ്പോ ഇയാളുടെ NCP ആണ്, അജിത് പവാറിന്റെ NCP ആണ് യഥാർത്ഥ NCP എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ അവിടുത്തെ സ്പീക്കറും ഡിക്ലെയർ ചെയ്തു. ഇനിയിപ്പോ അത് സുപ്രീം കോർട്ടിൽ കേസ് ആവും. ഓക്കെ, അതൊക്കെയാണ് അവിടുത്തെ ന്യൂസുകൾ എന്ന് പറയുന്നത്. എസ്മ എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു. എസ്മ, എസെൻഷ്യൽ സർവീസസ് മെയിന്റനൻസ് ആക്ട്. എസ്മ എന്താണ് നടന്നിരിക്കുക? ESMA, എസെൻഷ്യൽ സർവീസസ് മെയിന്റനൻസ് ആക്ട്. ഓക്കെ, പിന്നെ മഹാരാഷ്ട്ര CM ഏകനാഥ് ഷിൻഡെയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണാം. മഹാരാഷ്ട്രയുടെ CM ആണ് ഏകനാഥ് ഷിൻഡെ, നിങ്ങൾക്ക് അറിയാവുന്നതല്ല. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നമുക്ക് അന്ന് ആവശ്യമില്ല. നെക്സ്റ്റ് പേജിൽ ആകപ്പാടെ ഒരു ന്യൂസേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ളതല്ല.
ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സിദ്ധരാമയ്യ ടേബിൾസ് വെൽഫെയർ സെൻട്രിക് ബഡ്ജറ്റ് ഹെഡ് ഓഫ് ലോക്സഭ ഇലക്ഷൻ എന്നൊക്കെ ന്യൂസ് ആണ്. സിദ്ധരാമയ്യ എല്ലാവർക്കും അറിയാം, കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പോൾ സിദ്ധരാമയ്യെ കുറിച്ചുള്ള ന്യൂസ്, അവിടെ ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. പിന്നീട് അതിലാവശ്യമുള്ള ന്യൂസ് നമുക്കില്ല. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽസിൽ ഈ 2 എഡിറ്റോറിയൽസും നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എഡിറ്റോറിയൽസ് വായിച്ചു നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. കാര്യം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം പോലും കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല എന്ന് ഞാൻ നിങ്ങളുടെ 100 തവണ പറഞ്ഞിട്ടുള്ളതാണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കുക ഒരു ലക്ഷ്യമാണ്, പത്രം വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ന്യൂസ് പേപ്പർ വായിച്ചാൽ നമുക്ക് നമ്മളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഇംപ്രൂവ് ആവുള്ളൂ, കോംപ്രിഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ആവുള്ളൂ. ഇത് രണ്ടും ഇംപ്രൂവ് ആവാതെ സെൻട്രൽ ഗവൺമെന്റ് ഒരു എക്സാംസ് നിങ്ങൾ ക്ലിയർ ആവാൻ പോകുന്നില്ല. എക്സാംസ് എഴുതുന്നവർ, അത് UPSC ആയിക്കോട്ടെ, ബാങ്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, ഏതാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്. അതിൽ ഇംഗ്ലീഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വൊക്കാബുലറി പാർട്ടും കോംപ്രിഹെൻഷൻ പാർട്ടും ഇംപ്രൂവ് ആവാതെ വേറെ എന്ത് നിങ്ങൾ കസർത്ത് കാണിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ന്യൂസ് പേപ്പർ അതൊരു റീഡിങ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് യുവർ സ്റ്റഡീസ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഹിന്ദു ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽസ് മസ്റ്റായിട്ട് വായിക്കണം. ബിക്കോസ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് എവറി ഡേ യു ഷുഡ് റീഡ് ഹിന്ദു എഡിറ്റോറിയൽസ്. പക്ഷേ പല ദിവസങ്ങളിലേക്ക് ഹിന്ദു എഡിറ്റോറിയൽസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല, അല്ല കണ്ടന്റ്. ഇപ്പം ഇന്ന് ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് അത് നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമുള്ളതാണ്. ഞാൻ ആദ്യം വിചാരിച്ച കോൺഗ്രസിന്റെ അതാണെന്നാണ്, അത് 2ാമത്തെ എഡിറ്റോറിയലാണെന്ന്. ഒരു സെക്കൻഡ്, കോൺഗ്രസിന്റെ കുറിച്ചുള്ള എഡിറ്റോറിയൽ 2ാമത്താണ്. അത് പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ, അതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, 1-2 ക്ലാസ്സുകളായിട്ട് പറയുന്നതാണ്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, അതിൽ സ്വിറ്റ്സർലാൻഡും നോർവേയും പിന്നീട് ലിഞ്ചൻസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യവും പിന്നെ എനിക്കൊന്ന് ഫിൻലാൻഡ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 4ഓളം രാജ്യങ്ങൾ അതിലുള്ളത് ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അവരുമായിട്ട് ഏതാണ്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ നമ്മളുടെ താല്പര്യങ്ങൾക്ക്, എസ്പെഷ്യലി വേൾഡിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഉള്ള രാജ്യമാണ് ഇന്ത്യ. അത് നമ്മൾ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളുടെ വാക്സിൻസും ഒക്കെ ലോകം വളരെ താല്പര്യത്തോടുകൂടി അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേൾഡിലെ ഒരു ഡെവലപ്പിംഗ് വേൾഡിന്റെ ഫാർമസി എന്നാണ് പറഞ്ഞത്. ഡെവലപ്ഡ് വേൾഡിൽ നമ്മളെക്കാളും വലിയ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഡെവലപ്പിംഗ് വേൾഡിന്റെ ഫാർമസി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ രാജ്യത്തില് മരുന്ന് കമ്പനികൾക്കും ഡ്രഗ് ഡെവലപ്മെന്റിനും ജനറിക് ഡ്രഗ്സ് ഫോർമുലേഷനും ഒക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കുന്ന ചില ക്ലോസുകൾ ഈ പറഞ്ഞ EFTA യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്ലോസ് നമ്മൾ റിജക്ട് ചെയ്തെന്ന് ഇന്നലെ തന്നെ മിനിസ്ട്രി എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ഹിന്ദു ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നു ആ ന്യൂസ്. പക്ഷെ എന്നിരുന്നാലും അതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. EFTA യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ 4-5 രാജ്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് സ്വിറ്റ്സർലാൻഡൊക്കെ അതിലെ രാജ്യമാണ്, നോർവേ ഒക്കെ അതിലെ രാജ്യമാണ്. അപ്പോൾ ആ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലെ ചില ക്ലോസുകൾ എടുത്ത് പരിശോധിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ എഡിറ്റോറിയൽ വായിച്ചു നോക്കാം. സെക്കൻഡ് എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കണം, കാരണം ഇതൊരു കോംപ്രിഹെൻഷൻ പാസേജ് ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വായിക്കണം. ദിസ് ഈസ് എ കോംപ്രിഹെൻഷൻ എക്സർസൈസ്. അത് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ വായിക്കണം. അപ്പൊ രണ്ടാമതെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയോട് ഏതാണ്ട് 210 crores ഫൈനാണ് അടയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. 210 കോടി രൂപയുടെ ആ ഫൈൻ അടയ്ക്കാൻ പറയാനുള്ള റീസൺ 2019 ഇൻകം ടാക്സ് റിട്ടേൺ അവർ സമർപ്പിച്ചതിൽ എന്തൊക്കെയോ പിശകുകളുണ്ട്. അതിന്റെ ബേസിലാണ് ആ ഫൈൻ വന്നിരിക്കുന്നത്. ആ ഫൈൻ അടയ്ക്കാനുള്ളത് കൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തു. അപ്പൊ ഹിന്ദു ന്യൂസ് പേപ്പർ പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഫെയർ എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ബിഗ് ഇലക്ഷൻ സീസൺ ഈസ് കമ്മിങ്. അപ്പൊ അത്തരത്തിലുള്ളൊരു ബിഗ് ഇലക്ഷൻ സീസൺ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള വൈറ്റ് മണി സോഴ്സസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെല്ലാം ഫ്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയെ BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. അത് സുപ്രീം കോർട്ട് അത് തന്നെ ഇൻ ഫേവർ ഓഫ് BJP ആയിരുന്നു. അപ്പൊ ആ ഒരു സോഴ്സ് അടയുകയാണ്. സുപ്രീം കോർട്ട് അതിനെ ബാൻ ചെയ്തു. സുപ്രീം കോർട്ട് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു ഗെയിം എടുത്ത് ഇവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ഫണ്ടിങ്ങും അല്ലെങ്കിൽ അവരെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതാക്കുന്നു. അപ്പൊ അതിൽ ബാക്കിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഇതൊരു ശരിയായ കാര്യമല്ലെന്ന് പറഞ്ഞൊക്കെയാണ് ഹിന്ദുവിലെ ഈ എഡിറ്റോറിയൽ, സെക്കൻഡ് എഡിറ്റോറിയൽ. നിങ്ങൾക്ക് വിഷയം മനസ്സിലായി കാണും. അപ്പം അതും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ട്
ദ ക്ലിയർ മെസ്സേജ് ഇൻ ദ കോഡ്സ് നോട്ട് ടു ഇലക്ട്രൽ ബോണ്ട്സ് എന്നൊരു ഇത് കാണാം. ഇങ്ങനെ ത്രിലോചൻ ശാസ്ത്രി എന്ന് പറഞ്ഞ ആള്, പുള്ളിയാണ് ADR-ന്റെ ഫൗണ്ടറും ചെയർമാനും. ADR നിങ്ങൾ ADR എന്താണെന്ന് എഴുതി പഠിക്കുന്ന വേണ്ട. ADR എന്ന് പറയുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ്. ആക്ച്വലി അതൊരു NGO പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവരാണ് ഇലക്ട്രൽ ബോണ്ട്സിന് അഗേൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ കേസിന് പോയത്. അപ്പൊ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട്സ് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അത് സംഭവിച്ചത് ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. അപ്പൊ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ട്സ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തെന്നുള്ളതിന്റെ റീസൺസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യം തന്നെ, പുള്ളി കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇത് മെയിൻ ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്താണ് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19 കിടക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ മൗലിക അവകാശങ്ങൾക്കകത്താണ് ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ 19 കിടക്കുന്നത്. ഈ രണ്ട് ആർട്ടിക്കിൾസിന്റെയും ക്ലിയർ വയലേഷൻ ഈ ഇലക്ട്രൽ ബോണ്ട്സിന്റെ കാര്യത്തിലുണ്ടെന്നാ. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ വയലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് വയലേറ്റ് ചെയ്തതിന്റെ പേരിലാണ് മെയിൻലി അത് സുപ്രീം കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ 19 14 ഒക്കെ വയലേറ്റ് ചെയ്യുന്നത് ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ കാണുക ഇന്നലത്തെ വീഡിയോ. അപ്പൊ ആർട്ടിക്കിൾ 14 19 1 വെക്കാൻ, 19 അല്ല 19(1), 19ന്റെ അകത്തുള്ള സബ് ക്ലാസ് ആണ്. അപ്പൊ അതൊക്കെ വയലേറ്റ് ചെയ്തു. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇന്നലെ പറയാത്തൊരു കാര്യം, ഇത് ഫിനാൻസ് ബില്ലായിട്ടാണ് പാർലമെന്റിൽ ഗവൺമെന്റ് അവതരിപ്പിച്ച ഫിനാൻസ് ബില്ലായിട്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ്, അരുൺ ജെയ്റ്റ്ലി ഇപ്പൊ മരിച്ചുപോയി, കൊണ്ടുവരുന്ന. അപ്പൊ ഇതൊരു ഫിനാൻസ് ബില്ലായിട്ടാണ് നമ്മളെ പാർലമെന്റിൽ അവതരിപ്പിച്ച. വൈ ഇറ്റ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫിനാൻസ് ബിൽ. ഫിനാൻസ് ബില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫിനാൻസ് ബിൽ ഹാസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൾവേസ് ഇൻ ദ ലോക്സഭ ഫസ്റ്റ്. ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. രാജ്യസഭ പാസ്സായാലും കുഴപ്പമില്ല. ഈ മണി ബില്ലുകൾ എന്ന് പറയുന്നത് ഫിനാൻസ് ബില്ലുകൾ മണി ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഈ മണി ബില്ല് എന്ന് പറയുന്ന സംഭവം എപ്പോഴും ലോക്സഭയിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ലോക്സഭയിൽ ബ്രൂട്ടൽ മെജോറിറ്റിയാണ് BJPക്ക്, ബ്രൂട്ടൽ മെജോറിറ്റി. അപ്പോ രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഇല്ലാതിരുന്ന ഒരു സമയത്ത് അത് വരുന്നത്. രാജ്യസഭയിൽ ഇപ്പോൾ അവർക്ക് മെജോറിറ്റി ഉണ്ട്. ഈ സമയത്ത് അന്ന് രാജ്യസഭയിൽ മെജോറിറ്റി ഇല്ല. സോ ദേ ഹാവ് ടു ബൈപാസ് രാജ്യസഭ. സോ ദേ ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ആസ് എ മണി ബിൽ. അപ്പോൾ ആ മണി ബില്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ തന്നെ പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, അതും അഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു കാര്യമാണ് പറഞ്ഞത്. മണി ബിൽ എപ്പോഴും ലോക്സഭയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, രാജ്യസഭ വിത്തിൻ 14 days അത് രാജ്യസഭ പാസ്സാക്കിക്കൊള്ളണമെന്നാണ്. ലോക്സഭയിൽ പാസ്സായാൽ, രാജ്യസഭയിൽ പാസ്സാക്കിയില്ലെങ്കിൽ അത് പാസ്സായതായിട്ട് കൂട്ടും. അതുകൊണ്ട് ദേ ക്യാൻ ഈസിലി ബൈപാസ് രാജ്യസഭ സ്ക്രൂട്ടിനി. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ കമ്പനീസ് ആക്ടിലൊക്കെ കുറെ അമെന്റ്മെന്റ്സ് വരുത്തി. എന്നിട്ട് ലിമിറ്റ്, എല്ലാ രാജ്യങ്ങളിലും നമ്മളുടെ കോർപ്പറേറ്റുകൾക്ക് ഈ പാർട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയിലും ഉണ്ടായിരുന്ന ലിമിറ്റ്, ആ ലിമിറ്റ് എടുത്ത് കളഞ്ഞു ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടിയിട്ട്. അതും കമ്പനീസ് ആക്ടിലൊക്കെ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ RBI ആക്ടിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ നീ പറയുന്നുണ്ട്. ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് RBIക്കായിരുന്നു അതിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ്. പക്ഷേ ഇത് ഇന്ത്യയിലെ ഏത് നാഷണലിസ്റ്റ് ബാങ്കിന് വേണമെങ്കിലും ബോണ്ട് ഇഷ്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ RBI ആക്ട് 1934 അവർ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു. അങ്ങനെ കുറെ അമെന്റ്മെന്റ്സ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൊണ്ട് സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. പിന്നെ അത് വായിച്ചു നോക്കുക ആർട്ടിക്കിൾ താല്പര്യമുള്ളവർ. രണ്ടാമത്തെ, ചാൻസ് ടു സ്റ്റോപ്പ് ദ ലോണ്ടറി സൈക്കിൾ ഓഫ് പാകിസ്ഥാൻ സിലക്ഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ നമ്മൾ പലതവണ പറഞ്ഞതാണ്. പാകിസ്ഥാനിലെ ഇലക്ഷനെ കുറിച്ചും, പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. ആക്ച്വലി ഡെമോക്രസി ഒന്നും അല്ല അവിടെ. ഡെമോക്രസി എന്ന് പറയുന്നത് വെറുതെ ഒരു എന്താ പറയുക, ലോകത്തിനെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതെന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കൂടെ ഈ ആർട്ടിക്കിളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിൽ. അപ്പം അത് കണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പൊ ഇത് വായിക്കാൻ താല്പര്യമുള്ള ഇത് വായിച്ചു നോക്കുക. ഇതിൽ പാകിസ്ഥാൻ ഇലക്ഷനിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചും, ഇമ്രാൻഖാൻ, നവാസ് ഷെരീഫ്, അതുപോലെ PPP എന്ന് പറഞ്ഞ പാകിസ്ഥാനി പീപ്പിൾസ് പാർട്ടി, അതിപ്പം ബിലാവൽ ഭൂട്ടോ ആണ് എന്റെ ലീഡർ, ബേനസീർ ഭൂട്ടോയുടെ മകൻ. അവരൊക്കെ രാഷ്ട്രീയത്തിൽ അവർ വെറും പാവകൾ മാത്രമായിട്ട്, അവിടുത്തെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയ മിലിറ്ററിയുടെ കയ്യിലെ പാവകളായിട്ട് മാറുന്നതും, മിലിറ്ററിയുടെ കണ്ണിലെ കരടായിട്ട് മാറുമ്പോൾ അവര് വീണ്ടും ജയിലിൽ പോകുന്നതും, അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ്, സ്റ്റിക് സ്റ്റോൺസ് ആൻഡ് ബുള്ളറ്റ് വൂൺസ്. അത് വേണ്ട, കുഴപ്പമില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ, ED probe finds no FEMA violations in Paytm case എന്നൊരു ന്യൂസ് കാണാം. FEMA ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. FEMA എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഫോറിൻ നമ്മളെ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ട കുറെ നോംസ് ഉണ്ട്. അതാണ് FEMAയിൽ പറയുന്നത്.
വിദേശ നാണയ വിനിമയ ചട്ടം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വിദേശ നാണയം വിനിമയം ചെയ്യുമ്പോൾ ഈ ചട്ടങ്ങൾ പാലിക്കണം. ഈ ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഫെമയുടെ വയലേഷൻ ആണ്, അകത്തു പോകും. മനസ്സിലായി? അപ്പൊ ഫെമ വയലേഷൻസ് വല്ല പേടിഎം കേസിൽ ഉണ്ടോ എന്നാണ് അവർ പരിശോധിച്ചത്. അതൊന്നും ഇല്ലെന്നാ പറയുന്നത്. പിന്നെ പിന്നീട് ഈ പേജില് കേരളത്തിലൊക്കെ വലിയ ഒപ്പോസിഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഹെഡ് ഓഫ് പോൾസ് FCI പ്ലാൻസ് ടു ഡെലിവർ ഫുഡ് ഗ്രെയിൻസ് ഇൻ ബാഗ്സ് വിത്ത് PM ഫോട്ടോ. ഈവൻ തമിഴ്നാട്ടിൽ പോലും അവരാനുള്ള ബാഗിന് ഓർഡർ കൊടുത്തെന്നാ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും കൂടെ വെച്ചുള്ള ഫുഡ് ഗ്രെയിൻസ് ആയിരിക്കും ഇനി റേഷൻ ഷോപ്പുകളിൽ നിന്ന് കിട്ടേണ്ടത്. പക്ഷെ കേരളക്കാരത് ഒബ്ജക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നതിൽ പറയുന്നുണ്ട്. ബാക്കി എല്ലാ സ്റ്റേറ്റ് ഈവൻ എല്ലാം ഒബ്ജക്ട് ചെയ്ത തമിഴ്നാടുകാർ പോലും അതിന് ആ രീതിയിലുള്ള ബ്രാൻഡിംഗ് ഉള്ള ബാഗിന് ഓർഡർ ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അറിയാം, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്നുള്ളൊരു സ്കീമുണ്ട്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ആ സ്കീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പലതവണ. ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS-ന്റെ അകത്ത് കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പണ്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞ സംഭവം മൻമോഹൻ സിംഗ് കൊണ്ടുവന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അന്ന് ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ BPL ഫാമിലീസിൽ ഉള്ള ആൾക്കാർക്ക് പെർ ഹെഡ് 5 കിലോഗ്രാം വെച്ച് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കും. 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ 4 × 5 20 കിലോഗ്രാം മന്ത്ലി. അത് വീറ്റിന് 2 രൂപ, റൈസിന് 3 രൂപ, കോഴ്സ് ഗ്രെയിൻസിന് 1 രൂപ. ആ റേറ്റിലാണ് അത് കൊടുക്കുന്നത്. അപ്പൊ അതായിരുന്നു പഴയ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നതിന് ശേഷമുള്ള നമ്മളുടെ ഈ സംഭവം എന്ന് പറയുന്നത്. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് കോവിഡ് തുടങ്ങിയപ്പോൾ തൊട്ട് ഫ്രീ ആക്കി. എന്നിട്ട് അതിന് പുതിയ പേര് കൊടുത്തു ഇടയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. അപ്പൊ ഇപ്പൊ കംപ്ലീറ്റ്ലി ഫുഡ് ഗ്രെയിൻസ് ഫ്രീ ആണ് BPL ഫാമിലീസിലുള്ളവർക്ക്. അപ്പൊ ഇലക്ഷൻ വരുന്നു. അപ്പൊ ഈ ബാഗ് ഇനി തൊട്ട് 50 kg ബാഗ് അത് വരുന്ന അല്ല, ഈ ഇതിന്റെ ബാഗുകൾ 50 kg ബാഗുകളെല്ലാം മോഡിയുടെ പടമുള്ളതാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ED എൻക്വയറി ഇൻറ്റു NRE അക്കൗണ്ട് ട്രിഗേർഡ് സമ്മൺസ് ടു മഹുവ. അതിന്റെ പൊളിറ്റിക്സ് ഞാൻ പറയുന്നില്ല. NRE അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള NRE അക്കൗണ്ട്സ് ആണ് നമ്മളുടെ. ഇത് ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന ആൾക്കാർ വലിയ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോഴൊക്കെ പ്രയോജനമായിരിക്കും. 3 തരത്തിലുള്ള NRE അക്കൗണ്ട്സ്. NRE അക്കൗണ്ട്സ് ഉണ്ട്, NRO അക്കൗണ്ട്സ് ഉണ്ട്, FCNR അക്കൗണ്ട്സ് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. NRE, NRO ആൻഡ് FCNR അക്കൗണ്ട്സ്. ഇതിൽ പ്രത്യേകത NRE അക്കൗണ്ട്സ് NRO അക്കൗണ്ട്സും ഓർഡിനറി റുപ്പി അക്കൗണ്ട്സ് ആയിരിക്കും. അതായത് ഞാൻ അമേരിക്കയിൽ നിന്ന് പൈസ അയച്ചാൽ ഡോളറായിട്ടാണ് അയക്കുന്നതെങ്കിലും ഇവിടെ റിഫ്ലക്ട് ആവുന്നത് ഇന്ത്യൻ രൂപയായിട്ടേ അത് കിട്ടുള്ളൂ നമുക്ക്. ഇവിടെ അതിന്റെ ബെനിഫിഷ്യറി ആ പൈസ എടുക്കുമ്പോൾ. പക്ഷേ FCNR അക്കൗണ്ട് അങ്ങനെയല്ല. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട്സ് എന്നാണ്. ആ അക്കൗണ്ടിൽ നമുക്ക് പൈസ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് അല്ലാതെ സൂക്ഷിക്കാം. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടേ ഇത് സൂക്ഷിക്കാൻ പറ്റും. ഇതിൽ പക്ഷേ സെലക്ടഡ് ഫോറിൻ കറൻസീസിൽ നമുക്ക് പൈസ സൂക്ഷിക്കാൻ പറ്റും. US ഡോളറിലും എനിക്കൊന്ന് പൗണ്ട് ഉണ്ട്, യൂറോ ഉണ്ട്, yen ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 5-6 കറൻസികളിൽ നമുക്കത് FD ആയിട്ട് വിദേശ കറൻസിയിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യമുള്ള കറൻസി NRI അക്കൗണ്ട്സ് ആണ്. ഇതെല്ലാം NRIസിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. NRI അക്കൗണ്ട്, NRO അക്കൗണ്ട്, FCNR അക്കൗണ്ട്സ് ഒക്കെ ജസ്റ്റ് പറഞ്ഞതാണ് അറിയാൻ വേണ്ടി. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അനുരാഗ് താക്കൂറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഈ ഫാമേഴ്സുമായിട്ട് ഇവര് അനുരാഗ് താക്കൂറിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് ഫാമേഴ്സുമായിട്ടുള്ള ടോക്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഫാമേഴ്സിന്റെ അജിറ്റേഷൻ നടക്കുവാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും അനുരാഗ് താക്കൂർ ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ മിനിസ്റ്റർ ആണ് അനുരാഗ് താക്കൂർ. ഓക്കെ, പിന്നെ ബാക്കി ഇതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഓക്കെ, താഴോട്ട് വല്ലതുണ്ട് ആവശ്യമുള്ളതുണ്ട് നോക്കട്ടെ. We did nothing wrong, we are not enemies of Qatar എന്ന് പറഞ്ഞ ന്യൂസ് കാണാം. അത് ഈ ഖത്തറിൽ നിന്ന് ഇപ്പം മടങ്ങി വന്ന നേവി വെറ്ററൻസ് ഉണ്ടായിരുന്നല്ലോ, അവരുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ്. ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ടോർപിഡോസ് റീഫ്യൂവൽ എയർക്രാഫ്റ്റ് ഈസ് ന്യൂ ഡീൽസ് ക്ലിയർഡ് ബൈ DAC. DAC എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് കൂടെ അവര് ഓരോരോ ഡീൽസ് ക്ലിയർ ചെയ്യാറുണ്ട്. അത് നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ മാത്രമേ ആ ഡീൽസ് ഒക്കെ എഴുതിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ DAC എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. DAC
ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. അപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്ന് പറയുന്നത് പറയുന്ന ആൾക്കാർ ആ ഒരു സമിതിയാണ്, അതൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് നമ്മളുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പർച്ചേസസ് ഒക്കെ നടത്താനുള്ള എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. ഡിഫൻസ് മിനിസ്റ്ററുടെ അണ്ടറിലാണ് DAC ഉള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. അതുകൊണ്ട് തന്നെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും. സാധാരണ പലതിന്റെയും പ്രൈം മിനിസ്റ്റർ ആണ്, പക്ഷേ ഇതിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതിപ്പോ രാജ്നാഥ് സിംഗ് ആണ്. അപ്പൊ അവരിപ്പോ ഇന്നലെ ഏതാണ്ട് 84,560 crores കുറെ പർച്ചേസസ് നടത്താൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ എൻഷുർ ദാറ്റ് വീൽ ചെയർസ് ആർ അവൈലബിൾ. DGCA ടെൽസ് എയർലൈൻസ്, അതായത് എയർലൈനുകളിലെല്ലാം ആവശ്യത്തിനുള്ള വീൽ ചെയറുകൾ അവൈലബിൾ ആയിരിക്കണം എന്നൊരു ഡയറക്റ്റീവ് DGCA കൊടുത്തിരിക്കുകയാണ്. DGCA എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സിവിൽ ഏവിയേഷൻ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്ന DGCA ആണ്. സിവിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്. ഇപ്പൊ തന്നെ പറഞ്ഞോ, എല്ലാ എയർലൈനുകളിലും അഡിക്വേറ്റ് ആയിട്ടുള്ള വീൽ ചെയർസ് ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ട്. എയർ ഇന്ത്യയുടെ ഏതോ ഒരു പ്ലെയിനിൽ ഇതുപോലെ ഒരു പേഷ്യന്റിന് വീൽ ചെയർ അത്യാവശ്യം വന്നപ്പോൾ ആ സമയത്ത് അവരുടെ കയ്യിൽ അതിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു ഡയറക്റ്റീവ് ഒരു ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ കാരണം. DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ലോ പാനൽ റെക്കമെൻഡ്സ് ലോ ടു രജിസ്റ്റർ NRI മാരേജസ്. NRI മാരേജസുമായിട്ട് ബന്ധപ്പെട്ട് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ മാരേജസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുതിയ റൂൾസ് ഉണ്ടാക്കണം എന്ന് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുതിയെടുക്കണ്ട. ബിക്കോസ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ഗീവ് റെക്കമെൻഡേഷൻസ് ഓൺലി. ദ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗവൺമെന്റ് ടു ടേക്ക് ഇറ്റ് ഓർ റിജക്ട് ഇറ്റ്. അപ്പം അവർക്ക് ദേ ഹാവ് ദ ഫ്രീഡം ടു ടേക്ക് ഇറ്റ് ഓർ റിജക്ട് ഇറ്റ്. അത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ലോ ആവുമെന്ന് ഒരു ഉറപ്പുമില്ല. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെക്കമെൻഡേഷൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഋതുരാജ് അവസ്ഥയാണ്. ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി. ഞാൻ അത് പറഞ്ഞിട്ടില്ലാണ് നിങ്ങൾക്ക്. ഋതുരാജ് അവസ്ഥി. അദ്ദേഹത്തിന്റെ പേരും ആ ന്യൂസിലുണ്ട്. ഋതുരാജ് അവസ്ഥി. പിന്നെ ഇന്ത്യ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂസുകളാണ്. യൂസ് ചബഹാർ പോർട്ട്, ഇന്ത്യ ടെൽ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. ഇന്നലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതായിരുന്നു അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ പേര് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ നിങ്ങൾക്കറിയാം അജിത് ഡോവൽ ആണ്. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഈസ് അജിത് ഡോവൽ. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? അജിത് ഡോവൽ. ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വിക്രം മിശ്രി. വിക്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്പെല്ലിംഗ്. അത് മിശ്രി, MISRI. വിക്രം മിശ്രി ഈസ് ദ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ. അദ്ദേഹം ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. ഈ അഫ്ഗാനിസ്ഥാന്റെ മെയിൻ ഡോണർ കൺട്രീസിലെ ഒരു രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും വലിയ ഡോണേഴ്സിലെ ഒരു രാജ്യമാണ്. ഇപ്പം പിന്നെ താലിബാനൊക്കെ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മൾ അത്ര വലുതായിട്ട് അഫ്ഗാനിസ്ഥാൻ പൊളിറ്റിക്സിലോ അഫ്ഗാനിസ്ഥാൻ അഫയേഴ്സിലോ ഇൻവോൾവ് ആവാത്തത്. കാര്യം താലിബാനെ നമ്മൾ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. വൺസ് വി റെക്കഗ്നൈസ് ഓൺലി വി ക്യാൻ ഡു normal diplomatic activities with a particular country. If we are not respecting them, if we are not recognizing them, how can we do all these things? അതാണ് നമ്മളുടെ മനസ്സിലാക്കേണ്ടത്. അപ്പം we are not recognizing താലിബാനെ ഈവൻ സൗദി പോലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പഴയ താലിബാൻ ഗവൺമെന്റ് സൗദിയും ചൈനയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൈന അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ പുലർത്തുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷെ അവർ ഇതുവരെയ്ക്കും ഒഫീഷ്യലി അവരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ത്യ അതുകൊണ്ട് കാബൂളിൽ ഇന്ത്യയുടെ എംബസിയൊക്കെ അടച്ച് പൂട്ടിയായിരുന്നു. ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയും നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് അവർ അടച്ചു പൂട്ടി. പക്ഷെ സ്റ്റിൽ ബാക്ക് ചാനലിൽ നമ്മൾ ടോക്സ് ഒക്കെ നടത്തുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും ഈ അഫ്ഗാനിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്യൂരിറ്റി ഡയലോഗ് ഇപ്പൊ നടന്നത് എവിടെ വെച്ചാണ് നടന്നിരിക്കണം? കിർഗിസ്ഥാന്റെ ക്യാപിറ്റൽ ബിഷ്കക്കിൽ വെച്ചാണ്. ബിസ്കറ്റ് എന്നൊന്നും എഴുതരുത്, ബിഷ്കക്ക്. കിർഗിസ്ഥാന്റെ ക്യാപിറ്റലാണ്. കിർഗിസ്ഥാൻ എന്ന് പറയുന്ന പഴയ ഒരു സോവിയറ്റ് യൂണിയൻ രാജ്യമാണ്. സോവിയറ്റ് യൂണിയനായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ പേര് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു. ഈ പുട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിൽ ഞാൻ കിർഗിസ്ഥാന്റെ കാര്യം പറഞ്ഞത്. കിർഗിസ്ഥാന്റെ ക്യാപിറ്റലാണ് ബിഷ്കക്ക്. അവിടെ വെച്ച് നടന്നു. അപ്പം ഈ വിക്രം മിശ്രി, ഇന്ത്യയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, പറഞ്ഞത് ചബഹാർ പോർട്ട് എല്ലാവരും യൂസ് ചെയ്യൂ എന്നാണ്. ചബഹാർ പോർട്ട് ഇന്ത്യയുടെ സ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ അറിയണം. ചബഹാർ പോർട്ട് ഈസ് ഇൻ ഇറാൻ. ഇറാൻ ഈസ് എ വെരി വെരി ഫ്രണ്ട്ലി നേഷൻ ടു ഇന്ത്യ. ഇന്ത്യയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. സോ ഇറാനിൽ ഇന്ത്യ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യാണ്, ചബഹാർ പോർട്ട്. ദിസ് പോർട്ട് ഈസ് എ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ടു സെൻട്രൽ ഏഷ്യ എന്നാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ടു സെൻട്രൽ ഏഷ്യ. അപ്പൊ ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനുള്ള ഒരു പാസേജ് ആണ് ചബഹാർ പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.
അതുവഴി നമുക്ക് അഫ്ഗാനിസ്ഥാനിലൊക്കെ റീച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതൊരു കണക്ടിവിറ്റി പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടും കൂടിയാണ്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് INSTC എന്ന് പറഞ്ഞൊരു ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റിന്റെ ഭാഗം ഇന്ത്യ ആവുന്നുണ്ട്. എൻ്റെ എക്സ്പാൻഷൻ INSTC എന്നാണ് എൻ്റെ എക്സ്പാൻഷൻ. നിങ്ങൾ നോക്കിക്കൊള്ളണം, ഞാൻ മറന്നുപോയത്. INSTC ഇന്ത്യയും റഷ്യയും ചേർന്ന് വരുന്ന ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റാണ്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ, അങ്ങനെ എന്തോ ആണ് INSTC. അതിന്റെയൊക്കെ ഭാഗമാണ് ഈ ചബഹാർ പോർട്ട്. അപ്പം സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഈ ചബഹാർ പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, ഇവരെല്ലാവരും എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഗ്യാസും പെട്രോളിയവും മറ്റ് ഫുഡ് ഗ്രെയിൻസും ഒക്കെ. അപ്പൊ അവരെല്ലാവരും ചബഹാർ പോർട്ട് യൂസ് ചെയ്യും. അതുവഴി ഇന്ത്യയായിട്ടുള്ള കണക്ടിവിറ്റി നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആക്കാം. ഇറ്റ് വിൽ ബി മോർ കോസ്റ്റ് എഫക്റ്റീവ് ഫോർ യു ഓൾസോ എന്നാണ് വിക്രം മിശ്രി പറഞ്ഞേക്കുന്നത്. സോ ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യസ് സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസ് ഇൻ ദ സെൻട്രൽ ഏഷ്യൻ റീജിയൻ. ഓക്കെ, അപ്പൊ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇറാനിലെ പോർട്ടാണ് ചബഹാർ പോർട്ട് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വേൾഡ് പേജിലാണ് പോകുന്ന. വേൾഡ് പേജിൽ എന്താണ് നമുക്ക് നോക്കാനുള്ളതെന്ന് നോക്കാം. വേൾഡ് പേജിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെസ്പൈറ്റ് ചർച്ച് ഒപ്പോസിഷൻ ഒരു സെക്കൻഡ്. Despite church opposition, Greece legalized same-sex marriages. ലാസ്റ്റ് ഡേയിലെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അത് കണ്ട ആൾക്കാർക്ക് അറിയാം. ലാസ്റ്റ് ഡേയിൽ ഞാൻ അത് ഡിസ്കസ് ചെയ്തതാണ്. ഗ്രീസിൽ സെയിം സെക്സ് മാരേജ്, അതായത് ഗേ മാരേജും എല്ലാം ലീഗലൈസ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത്. ഇപ്പൊ അതിന്റെ നിയമം പാസ്സാക്കി. ഗ്രീസിൽ ഇനി മുതൽ, അതൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കൺട്രി ആണ്, പക്ഷേ സെയിം സെക്സ് മാരേജ് അവർ ലീഗലൈസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഗ്രീസ് ഓൺ തേഴ്സ്ഡേ became the first orthodox Christian country to legalize same-sex civil marriage despite opposition from the conservative Greek church എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ വന്നായിരുന്നു. കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ആണ്. കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ്, ഈസ് ദ മിസ്തോട്ടാക്കിസ്, TAKIS. കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ആണ് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ അവിടെ നമുക്ക് പറയാനുള്ള അങ്ങനെ വലിയ ഇതിപ്പോ ജർമ്മനിയുടെ ചാൻസലറിന്റെ ഫോട്ടോ കാണാം. ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്. ഒലാഫ് ഷോൾസ് അദ്ദേഹം യുക്രൈന്റെ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ നമുക്ക് കാണാം. അവർ രണ്ടുപേരായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. പിന്നെ അവിടെ സ്ഥിരമുള്ള ന്യൂസുകൾ തന്നെയാണ്, വേറെ ഒന്നും അവിടെ പറയാനില്ല. സ്ഥിരമുള്ള ന്യൂസ് എന്ന് വെച്ചാൽ യുക്രൈൻ റഷ്യ വാർ, അതുപോലെ ഇസ്രായേലിന്റെ വാറ്, ഹമാസ് വാർ, അതൊക്കെയാണ്. പിന്നെ RBI lets Paytm payments bank users deposit pay via wallet till March 15. ഫെബ്രുവരി 29 വരെ മാത്രമേ Paytm പേയ്മെന്റ് ബാങ്കിലെ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ എല്ലാവർക്കും പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ March 15 വരെ നീട്ടിയിട്ടുണ്ട്. അതൊരു പബ്ലിക് ഇൻഫർമേഷൻ ആണ്, ഫോർ പബ്ലിക് നോട്ടീസ് ആണ് RBI അത് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അല്ല അതിനപ്പുറം അതൊന്നും പറയാനില്ല. പിന്നെ സ്പൈസ് ജെറ്റ് മിക്കവാറും ഗോ ഫസ്റ്റിന് അക്യൂർ ചെയ്തേക്കും എന്നൊരു ന്യൂസ് ഉണ്ട്. സ്പൈസ് ജെറ്റ് ഇന്ത്യ ഒരു എയർലൈൻ ആണ്. ഗോ ഫസ്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ ഓപ്പറേഷൻ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എയർലൈൻ ആണ്. അപ്പം ഗോ ഫസ്റ്റ് എന്ന് പറഞ്ഞ എയർലൈൻ, അതായത് ഗോ ഫസ്റ്റ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കുറെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ പെട്ടുപോയി. അതുകൊണ്ട് ഗോ ഫസ്റ്റ് ഇപ്പോൾ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഗോ ഫസ്റ്റിനെ അക്വയർ ചെയ്യാൻ പലർക്കും താല്പര്യമുണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്പൈസ് ജെറ്റിന്റെ പ്രൊമോട്ടറാണ് അജയ് സിംഗ്. അതുപോലെ SBI in talks with RBI to lower CRR on green deposits എന്നൊരു ന്യൂസ് കാണാം. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ന്യൂസ് മനസ്സിലാവുള്ളൂ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു എമൗണ്ട് സൂക്ഷിക്കണം. അതിന് ഇൻട്രസ്റ്റ് ഒന്നും അവർ കൊടുക്കൂല, അതിന് ഡെപ്പോസിറ്റ് അല്ല. അതായത് ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന്റെ കയ്യിൽ ടോട്ടൽ ഡെപ്പോസിറ്റ്സിന്റെ ഒരു പോർഷൻ, അത് RBI എത്രയാണെന്ന് പറയും. ഇപ്പൊ 4% അങ്ങോട്ടാണ്. 4% എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ 10,000 crores ഉണ്ടെങ്കിൽ 400 കോടി അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. 400 കോടി ഷുഡ് ബി
kept in Reserve Bank of India as a deposit, that is CRR, cash reserve ratio. പക്ഷെ അവര് ഇപ്പൊ SBI RBI ആവശ്യപ്പെടുന്നത് ഗ്രീൻ ഡെപ്പോസിറ്റ്സിൽ ഈ CRR ഒഴിവാക്കി കൊടുക്കണമെന്നാണ്. ഗ്രീൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയ സ്കീമാണ്, അത് അറിഞ്ഞിരിക്കുക. ഗ്രീൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഇൻവെസ്റ്റർ ആണ്, എനിക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പൈസ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഗ്രീൻ ഡെപ്പോസിറ്റ് ചെയ്യാം. ഗ്രീൻ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ആ പൈസ ഗ്രീൻ പ്രൊജക്ട്സിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് ഈ സോളാർ അതുപോലുള്ള സംഭവങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് ലോൺ കൊടുക്കാനേ ആ പൈസ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ അതിന് CRR ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഇപ്പൊ SBI ആവശ്യപ്പെടുന്നത്. അത് എന്തൊരിക്കും അവർ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ബാങ്കുകൾക്കും അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനും ഒക്കെ നിങ്ങളെ കയ്യിൽ സ്വർണം ഉണ്ട്, നിങ്ങളത് പണയം വെക്കാൻ പോയാണെന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വിലയുടെ 75% മാത്രമേ ലോൺ കൊടുക്കാവുള്ളൂ എന്ന് RBIയുടെ നിഷ്കർഷയുണ്ട്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പൊ 10,000 രൂപ സ്വർണം എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ബാങ്കിൽ ചെന്നാൽ എനിക്ക് 7,500 രൂപ ലോൺ തരാൻ പാടുള്ളൂ എന്നാണ്. അത് ഒന്നറിഞ്ഞിരിക്കുക. LTV നോം എന്ന് പറയും. പിന്നെ സ്പോർട്സ് പേജിൽ അങ്ങനെ വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ലെന്ന്. സ്പോർട്സ് പേജിൽ അശ്വിൻ 500 വിക്കറ്റ് തികച്ചു, അത് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ സ്പിൻ ബൗളറായ അശ്വിൻ അനിൽ കുംബ്ലെക്ക് ശേഷം 500 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ ബൗളറായി മാറി. ഓക്കെ, അതറിഞ്ഞിരിക്കുക. അതല്ലാതെ അവിടെ വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊരു കാര്യം പറയട്ടെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ കിട്ടുമെന്ന് ഉറപ്പായി. കാര്യം ഇന്ത്യൻ ടീം, വനിതകളുടെ ടീം സെമി ഫൈനലിൽ കയറി. പുരുഷന്മാരുടെ ടീം നാരോലി ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനോട് തോറ്റു, അല്ലെങ്കിൽ അതിന് ഒരു മെഡൽ കിട്ടിയില്ല. എനിക്കൊന്ന് പുരുഷന്മാർക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വനിതകൾ ആദ്യമായിട്ട് ഏഷ്യയിലെ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഒരു ബ്രോൺസ് മെഡൽ ഉറപ്പിച്ചു കഴിഞ്ഞു. സെമിയിൽ കയറാൻ തന്നെ. ഇനിയിപ്പോൾ അടുത്ത മാച്ച് ജയിച്ചാൽ സിൽവർ കിട്ടും. പിന്നെ സുമിത് നഗൽ വീണ്ടും വിജയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയുടെ ഹയസ്റ്റ് റാങ്ക്ഡ് ടെന്നീസ് പ്ലെയർ ആണ് സുമിത് നഗൽ. അതിന് കാണാം. പിന്നെ ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. സ്പോർട്സ് പേജിൽ അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല. അപ്പൊ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോകളെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.